നമസ്കാരം നിഷാന്ത്. നമസ്കാരം. പാകിസ്ഥാൻ നട്ടം തിരിയുകയാണ്. നമുക്കറിയാം, ആ, വലിയ രീതിയിൽ പ്രശ്നങ്ങളാണ്. പക്ഷെ അനുഭവിക്കുന്ന അത്രയും ജനങ്ങളാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് റമദാൻ മാസമാണ്. പക്ഷെ അവിടെ പട്ടിണി, അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയും ഒക്കെയാണ്. എങ്ങനെയാണ് ആ സാഹചര്യത്തെ നോക്കിക്കാണുന്നത്? ഇനി അവരുടെ മുന്നിലുള്ള വഴി എന്താണ്? ഇനിയിപ്പോ എന്നും നോയമ്പാ. ഇപ്പൊ ഈ നോയമ്പെന്ന് പറഞ്ഞാല് യഥാർത്ഥത്തില് ഈ പുണ്യമാസത്തില് നമ്മുടെ ഇന്ത്യയിലും അല്ലെങ്കിൽ ലോകത്തെല്ലാം എന്ന് പറഞ്ഞാൽ പകല് മുഴുവൻ വലിയൊരു ഇതാണ്. അവരുടെ ഒരു വലിയൊരു ആചാരമാണല്ലോ നോയമ്പ്. നമ്മളെല്ലാം ബഹുമാനിക്കുന്നതാണ്. ഈ പുണ്യമാസത്തിലെ നോയമ്പ് എന്ന് പറഞ്ഞാൽ പകല് മൊത്തം ആഹാരം കഴിക്കത്തില്ല. നോയമ്പിന് മുമ്പ് എന്തെങ്കിലും കഴിക്കും, വൈകിട്ട് ഒരു കഞ്ഞി. യഥാർത്ഥത്തിൽ ആ കഞ്ഞി കുടിച്ചിട്ടാണ് അവർ നിൽക്കുന്നത്. അപ്പൊ ഇപ്പം പാകിസ്ഥാനിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നോയമ്പ് കാലമാ. ഇപ്പൊ നോയമ്പ് കാലത്ത് അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ബ്രെഡും ആട്ടയും, ഇപ്പൊ റേഷനായിട്ട് കൊടുക്കുന്ന ബ്രെഡും ആട്ടയും പോലും കരിഞ്ചന്തയിലാണ് കിട്ടുന്നത്. അതായത് അതും തട്ടിയെടുത്തിട്ട് കരിഞ്ചന്തയിൽ വിൽക്കുന്ന ഒരവസ്ഥ. അതുപോലെ നമ്മുടെ ഈ ഇപ്പൊ പാകിസ്ഥാനിലെ ഗവൺമെന്റിന്റെ പണി എന്തോന്ന് ലക്ഷ്മിക്ക് അറിയാവോ? ഈ ഡെയിലി നമ്മൾ ഈ പലചരക്ക് സാധനത്തിന് വിലയിടത്തില്ലേ, അത് നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മുതലാളിയാ ചെയ്യുന്നത്. അപ്പൊ ഇന്ന സാധനത്തിന് രാവിലെ വിലയിട്ട് കൊടുക്കുക ഗവൺമെന്റിന്റെ ഒരു നിലപാടെന്ന് പറഞ്ഞു. അതുപോലെ പ്രധാനമന്ത്രിയുടെ പണി എന്തോന്നറിയോ? പ്രധാനമന്ത്രി ചർച്ച ചെയ്യുന്നു. നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ എന്ന് പറഞ്ഞാൽ ട്രംപുമായിട്ട് ചർച്ച ചെയ്യുന്നു, അല്ലെങ്കിൽ ലോകത്തിലെ പല നേതാക്കന്മാരുമായിട്ട് ചർച്ച ചെയ്യുന്നു. നയതന്ത്ര ബന്ധം, ഇന്ത്യയുടെ വികസനത്തിന്, എക്കണോമിക്കൽ ഗ്രോത്ത്. ഇപ്പം അദ്ദേഹത്തിന്റെ പണി എന്താണെന്ന് വെച്ചാൽ ഗ്യാസ് സിലിണ്ടർ കൊടുക്കുന്ന കമ്പനിയായിട്ട് ചർച്ച ചെയ്യുക, ഗ്യാസ് സിലിണ്ടർ വേണമെന്ന്. ഇതാ പാകിസ്ഥാന്റെ അവസ്ഥ ഇതാണ്. അപ്പം യുവന്മാര് ഈ രാജ്യത്തെ കൊണ്ടുവന്ന് ഈ രീതിയിലേക്കാക്കി. അതായത് റംസാൻ മാസത്തിൽ ഈ പാവത്തുങ്ങൾക്ക് നൊയമ്പ് തുറക്കുന്നതിന് വേണ്ടി ഉള്ള സംവിധാനം ഒരുക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും, അല്ലെങ്കിൽ എവിടുന്നെങ്കിലും ഈ പറയുന്ന എന്തെങ്കിലുമൊക്കെ സംഘടിപ്പിച്ചു കൊണ്ടുവന്ന് അത് പാചകം ചെയ്ത് കഴിക്കാൻ പോലും ഒക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളില്ല. ഇന്ധനത്തിന് വില വളരെ കൂടുതലാണ്. ഇവിടെ ആണെങ്കിൽ എന്തുവായിരുന്നു ഹാപ്പിനെസ് ഇൻഡെക്സ്? ഇന്ത്യ 117, പാകിസ്ഥാൻ 56, ബംഗ്ലാദേശ് 26. ഇവിടെ കുറെ എണ്ണം അങ്ങ് മുണ്ടുവഴി ചാടുമല്ലായിരുന്നോ? എന്തുവായിരുന്നു? ഇപ്പൊ എങ്ങനെ കിടക്കുന്നു? ഹാപ്പിനെസ് ഇൻഡെക്സും ഇല്ല, ഹാപ്പി ഇല്ല, ഒന്നുമില്ല. അപ്പൊ അന്ന് പെട്രോളിന് വില, ഇവിടെ പെട്രോളിന് കണ്ടോ, പാകിസ്ഥാനിൽ പെട്രോൾ കണ്ടോ 50 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. എനിക്കറിയത്തില്ല അവർ വിലയെന്ന് പറഞ്ഞല്ലോ. ഇന്ത്യ കണ്ടോ പെട്രോൾ മോദി 100 രൂപയ്ക്ക് കൊടുക്കും. മോദിയുടെ ഫാസിസം കണ്ടോ? മോദി പറഞ്ഞു നില്ലേ ഈ പെട്രോളിന്റെ വില. ഇവിടെ ടാക്സ് ആണല്ലോ ഈ ഇത്. ടാക്സ് കിട്ടേണ്ടത് എന്തിനാ? രാജ്യത്തിന്റെ വികസനത്തിന്. അന്ന് പറഞ്ഞ് ഈ ഓരോ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞു കക്കൂസ് പണിയുന്നതാണ്. ഇവിടെ അയ്യോ കക്കൂസ് പണിയുന്നതിന് മോദി ടാക്സ് പിരിക്കുന്നു പറഞ്ഞിട്ട് ഇവിടെ വലിയ ബഹളമായിരുന്നു. എടാ, ഈ ഇന്ത്യ മഹാരാജ്യം 50 കൊല്ലം ഭരിച്ചവര് ഈ പറയുന്നത് പോലെ കക്കൂസ് പണിഞ്ഞിട്ടില്ല. അത് ഈ പറയുന്ന കളിയാക്കുന്നവൻ തീരുമാനിക്കണം. കേരളത്തിൽ കക്കൂസ് ഉണ്ടായെന്ന് പറഞ്ഞാൽ കേരളത്തിലെ എന്തൊക്കെ പറഞ്ഞാലും, അല്ലെങ്കിൽ സംവിധാനത്തിനകത്ത് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നവർ അത് ആ രീതിയിൽ പോയത് കൊണ്ടാണ് ഈ വികസനമൊക്കെ ഉണ്ടായത്. 4 കക്കൂസും ഇവിടെയും കൊടുത്തത് എങ്ങനെയാന്ന് പണ്ട് ലക്ഷ്മിക്ക് അറിയാമല്ലോ. കക്കൂസ് പല കോളനികളിലും കൊടുത്തത് പഞ്ചായത്ത് കൊടുത്തതാ. അതെന്താ മനസ്സിലാക്കാത്ത? പഞ്ചായത്ത് കൊടുത്ത് കക്കൂസ് പണിയാൻ 10 അല്ലെങ്കിൽ 5000 രൂപ, അന്നത്തെ അവസ്ഥ 7000 രൂപ കൊടുത്തിട്ട് കക്കൂസ് പണിയിച്ചേ. അപ്പൊ അത് കഴിഞ്ഞിട്ടല്ലേ ഇവരും കക്കൂസിൽ കയറി തുടങ്ങി. ഈ പറയുന്ന UP ഉൾപ്പെടെ, ബീഹാർ ഉൾപ്പെടെ നമ്മുടെ ഏറ്റവും അടുത്ത സംസ്ഥാനം തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വെളുപ്പിനെ 6 മണിക്ക് മുമ്പ് ഈ സ്ത്രീകൾ പോയി ഈ പല നമ്മുടെ റെയിൽവേ ട്രാക്കുകളിൽ ഇരിക്കുകയാണ്. ആ കുഴപ്പം കൊണ്ട് തന്നെയാണ് ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീ പീഡനം നടന്നുകൊണ്ടിരുന്നത്. കാരണം ഈ പറയുന്ന നേരം വെട്ടം വരുന്നതിന് മുമ്പേ അവർക്ക് അവരുടെ മാനം, അല്ലെങ്കിൽ അവരുടെ നഗ്നത മറയ്ക്കണ്ടേ? അവർക്ക് പ്രാഥമിക കർമ്മങ്ങൾ ചെയ്യണ്ടേ? അതിനുവേണ്ടി അവർ പോകുന്ന സമയത്ത് അവരെ ആക്രമിക്കുന്ന ക്രിമിനൽസ് ഉണ്ടായിരുന്നു. ആ രീതിയിലേക്കുള്ള രാജ്യത്തെ അടിസ്ഥാന വികസനത്തിന്റെ ഏറ്റവും പ്രധാന ഘടകമല്ലേ ഇത്? അന്ന് മോദിയെ കളിയാക്കി. മോദി ഒന്നുമില്ല, മോദി കക്കൂസ് പണിഞ്ഞു കൊടുത്തു. UP ഉൾപ്പെടെ, ബീഹാർ ഉൾപ്പെടെയുള്ള സ്റ്റേറ്റിലെ അവസ്ഥ എന്താണെന്ന് അറിയാമോ? കക്കൂസ് പണിഞ്ഞു കൊടുത്തപ്പോ ഇവർക്ക് അറിയത്തില്ല എന്തിനാണ്. അവരെ അത് ഉപയോഗിക്കേണ്ട ക്രമം പഠിപ്പിക്കേണ്ടി വന്നു. മനസ്സിലായി? അപ്പൊ അന്ന് ഞാനീ പറഞ്ഞ അന്ന് ഈ രീതിയിൽ കളിയാക്കി. അന്ന് പാകിസ്ഥാനി നോക്കി പഠിക്കാനാ പറയുന്നത്. പാകിസ്ഥാനി നോക്കി ഇപ്പൊ പഠിച്ചാ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ പാകിസ്ഥാനി നോക്കി നമ്മൾ അങ്ങ് പഠിക്കുവോ? പാകിസ്ഥാനെ നോക്കി പഠിച്ചാൽ ഇവിടുത്തെ മുസ്ലിങ്ങൾ തന്നെ പോട്ടെ, നമ്മള് അവര് നോക്കി പഠിക്കാം. നോയമ്പ് നോക്കി പഠിച്ചാൽ ഈ 60 ദിവസമോ അല്ലെങ്കിൽ എത്ര ദിവസമോ നോയമ്പ് എന്നുള്ള കാര്യം അറിയത്തില്ല. പോട്ടെ 60 ദിവസമോ 30 ദിവസമോ ഇത് കഴിയുമ്പോഴും അവിടെ നോക്കി പഠിച്ചാൽ ഇവിടെ ഒരു പട്ടിണി ഇരിക്കേണ്ടി വരത്തില്ല. അത് പാകിസ്ഥാന്റെ അവസ്ഥ. ഈ സമയത്ത് ഊവൻ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാല് ബംഗ്ലാദേശിൽ കയറ്റുക. ഇവന്റെ കൂട്ട് ഇവൻ 60 കൊല്ലം കൊണ്ടാണ് ഈ അവസ്ഥയിലെത്തി. ബംഗ്ലാദേശ് 7 മാസം കൊണ്ട് ഈ അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. ബംഗ്ലാദേശിലെ അവസ്ഥ ഈ പറയുന്ന പോലെ പ്രശ്നമാണ്. 7 മാസം കൊണ്ട് ബംഗ്ലാദേശ് 60 കൊല്ലം കൊണ്ട് എത്തിച്ചേരേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോഴും നടത്തുന്നത് അതല്ലെങ്കിൽ ഈ ഗതികെട്ടവന്മാരുടെ ഒരു മാനസികാവസ്ഥ. അത് മനുഷ്യന്റെ ആയാലും രാജ്യത്തിന്റെ ആയാലും, അവന് ഗതിയില്ലേലും വേറെ വല്ലവരെയും ഇപ്പോഴും ഈ പറയുന്ന നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ചൊറിയാൻ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ? അതിന് ആള് വെപ്പുണ്ടെങ്കിൽ വാ കൊച്ചാട്ടാ വാ, പൈസ ഇല്ലെങ്കിലും കടം മേടിച്ച് അവന്റെ കൊടുത്തിട്ട് അവനെ ആക്രമിക്കാൻ വേണ്ടി നിർത്തുന്ന രീതിയാ.
ഇവൻ അറിയത്തില്ലല്ലേ ഇന്ത്യ എത്രത്തോളം വളർന്നെന്ന്. അല്ലെങ്കിൽ ഇവന് നോക്കിയാൽ മനസ്സിലാവത്തില്ല. പണ്ട് ശ്രീകൃഷ്ണൻ വാ തുറന്നപ്പോഴേ അമ്മയ്ക്ക് മനസ്സിലായി ഇത് ആരാണ് എന്ന് പറഞ്ഞ പോലെ മോദി മോ മോദിയുടെ വായിലുമാരെ നോക്കണ്ട, വേറെ പുള്ളിയുടെ ഒരു ചലനം നോക്കിയാൽ പോലും മനസ്സിലായി ഇന്ത്യ എത്രത്തോളം വളർന്നു മനസ്സിലാവുന്നുണ്ട്. ഇവിടെ ലോകത്ത് ട്രംപ് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളെയും നാറ്റോ രാജ്യങ്ങളെയും ചൈനയെ ഉൾപ്പെടെ ഉള്ളവനെ താരിഫും മറ്റു കാര്യത്തിനും ഒക്കെ വെച്ച് വരച്ച് വരയ്ക്ക് നിർത്തുമ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നത് നമുക്ക് രണ്ടുപേർക്കും കൂടെ ആലോചിച്ചൊരു താരിഫ് ഉണ്ടാക്കാം. ഇപ്പൊ ഇവരെല്ലാം ഇന്ന് കോൺഗ്രസ് തുടങ്ങിയിട്ടുണ്ട് ഈ താരിഫിന്റെ വിഷയത്തിൽ. മോദി എന്താ പറയുന്നത്? ഇടേ അവര് തീരുമാനിച്ചിട്ടുണ്ട് കാര്യങ്ങള്. അവരുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ ഈ താരിഫ് ഉണ്ടാക്കി വന്നിട്ട് ഈ ചൈനയ്ക്ക് പെടുത്തി കഴിയുമ്പോൾ ചൈനയിൽ നിൽക്കുന്ന കമ്പനി എല്ലാം കൂടെ അവിടത്തെക്കാട്ടി ടാക്സ് കുറവുള്ള ഇന്ത്യയിലോട്ട് വരും. ഈ അഡ്ജസ്റ്റ്മെന്റിലൊക്കെ കാര്യങ്ങൾ പോകുന്നത്. ഇവന്മാർ ഈ പറയുന്ന പോലെ ഇല്ല, ചുമ്മാതെ ചന്ദ്രനെ നോക്കി പട്ടി കിടന്ന് കുരച്ചിട്ട് കിടന്ന് ഉറങ്ങുന്ന പോലെ ഉറങ്ങാനുള്ള ഒരു കാര്യമുള്ളൂ, ചുമ്മാതെ മോങ്ങാന്നുള്ളതേ ഉള്ളൂ. അത് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഞാനീ പറഞ്ഞു വന്നത് പാകിസ്ഥാന്റെ അവസ്ഥ, ഇന്ത്യ ചൊറിഞ്ഞുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ബലൂചിസ്ഥാൻ അവിടെ വിഷയമാണ്, ഒരു സൈഡിൽ കൂടെ അഫ്ഗാനിസ്ഥാൻ വിഷയമാണ്. ഇപ്പൊ ഒരു 5ആയിട്ട് വിഭജിച്ച് നിർത്തിയേക്കുക. മനസ്സിലായി? ഏത് സമയം ഒരു കൊണ്ടുപോകും. എല്ലാം ചൈനയെ കൂട്ടുപിടിച്ചു, ചൈന അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് ചൈന അവിടെ കയറി. പാകിസ്ഥാനെ പടുത്താനാ ചൈന കയറിയത്. അതിനകത്ത് കയറി ഗതികെട്ടവന്റെ കൂടെ കൂടിയാൽ നമുക്കും ഗതികേടാന്ന് പറഞ്ഞാൽ ചൈനയും പെട്ടു. അവിടെ കൊണ്ടുവന്ന് ഈ പോർട്ടായാലും ഈ നമ്മൾ പറഞ്ഞ പോലെ ഈ ബലൂചിസ്ഥാൻ മേഖലയെ കൊണ്ടുവന്ന് പോർട്ടിന് മില്യൺ കണക്കിന് പൈസയാണ് മുടക്കുന്നത്. അവിടെ ഒരു വിമാനത്താവളമൊക്കെ. അപ്പൊ നമ്മളൊരു സിനിമയ്ക്കകത്ത് ശങ്കരാടി പറഞ്ഞത് നമുക്കുടനെ വിമാനത്താവളം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് പാട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ ബലൂചിസ്ഥാനിൽ ചെന്നിട്ട് ഈ ചൈന പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ അന്ന് പറഞ്ഞ വാക്കുതാ, ഈ നമ്മുടെ ഈ ഗൾഫ് രാജ്യം ഉണ്ടല്ലോ ദുബായ്, ദുബായ് ആക്കി തരാം. കാരണം ദുബായ് ഒന്നും ആക്കണ്ട, നിന്റെ പണി ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് ഇവിടെ പ്രത്യേകമായിട്ട് മീൻ പിടിക്കാനുള്ള സംവിധാനം മതി. ദുബായ് ആക്കാൻ അവിടെ ചെന്നു. അവിടെ ഈ പറയുന്ന പോലെ ഒരു വലിയ കോടിക്കണക്കിന് രൂപയൊക്കെ മുടക്കി ഒരു വിമാനത്താവളം പണിഞ്ഞു, പോർട്ട് പണിഞ്ഞു. ഇപ്പൊ അതെല്ലാം കൂടെ അവന്മാര് മീൻ പിടിക്കാൻ ഉപയോഗിക്കുക. ആരൊക്കെ ഈ പറയുന്ന ബലൂചിസ്ഥാൻ ചെന്ന് അവിടുന്ന് പോന്നാ മതി. അവിടെ ഈ പണ്ടൊരു അഭ്യാസി പറഞ്ഞാൽ നിലത്ത് നിർത്തണ്ട എന്റെ അഭ്യാസം ഒന്ന് കാണിക്കാൻ പറഞ്ഞത്. അവിടെ ഈ വിമാനത്താവളം തുടങ്ങണമെങ്കിൽ അവിടെ ഓഫീസിൽ ആടിയല്ലുണ്ട്, അല്ലെങ്കിൽ വേറെ ചില കാര്യങ്ങളുണ്ട്. ഇതൊന്നും നടക്കത്തില്ല, ഒരു രക്ഷയില്ല. അവിടെ നിന്ന് അവര് പറക്കിക്കെട്ടി കേട്ടോ. ആ ഇത്രയും രൂപ മുടക്കിയിട്ട് അവിടെ പറക്കിക്കെട്ടി കാണും. എത്ര പേരെയാണെന്നറിയാം ഈ ബലൂചിസ്ഥാൻ ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ലിബറേഷൻ ആർമി എന്ന് പറഞ്ഞൊരു കുലനെ അവർക്കിടക്ക് പരിപാടി എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ചെല്ലുന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്ത് അടിച്ചു ഓടിക്കുമെന്നില്ല. അവര് ചെന്ന് അടുത്ത് ചെന്നിട്ട് കെട്ടിപ്പിടിച്ചങ്ങ് പൊട്ടിത്തെറിക്കുക. അവര് പറഞ്ഞാൽ ഞങ്ങൾ ചത്തോട്ടെ, എന്നാലും നീ ഒന്നും ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല. അങ്ങനെ ചെയ്യുന്ന ഒരാളിനെ എന്ത് ചെയ്യാനിപ്പം? ലക്ഷ്മി ഒരാള് തുനിഞ്ഞിറങ്ങുക, ഞാൻ നശിച്ചാലും നിങ്ങളെ നശിപ്പിക്കുന്നു പറഞ്ഞ ഒരാൾ തുനിഞ്ഞിറങ്ങി ഒന്നും ചെയ്യാകത്തില്ല. ആ മാനസികാവസ്ഥ നിൽക്കുകയാണെങ്കിൽ നമ്മളെ ഒന്ന് തീർക്കും. അതാ ബലൂചിസ്ഥാന്റെ പ്രശ്നം. ചൈനക്കാരന് മനസ്സിലായി പിടിച്ചു വയ്ക്കാൻ പറ്റത്തില്ല. ഈ ചൈനയുടെ പരിപാടി എന്ന് പറഞ്ഞാൽ അവന്മാരുടെ ഏറ്റവും ചതിയാ. അപ്പൊ അതൊന്നും ബലൂചിസ്ഥാൻ അവർ ഒന്നാമത്തെ കാര്യം അവർ വലിയ കരുത്തുള്ള ആൾക്കാർ. അവർ ഈ പറയുന്നത് പോലെ നമ്മുടെ ഈ ഈ ഗോത്രമേഖലയിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അവന്മാർക്ക് പേടിയൊന്നുമില്ല. അത് ഇവിടെ നിന്നല്ല, ഗോത്രമേഖലയിൽ മൊത്തത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അറിയത്തില്ലേ. അപ്പൊ ഈ നമ്മുടെ ബോർഡറുകളിൽ കിടക്കുന്നു ഈ മണിപ്പൂരിലൊക്കെ ആ വിഷയം അതാ. അവർക്ക് ഈ സ്വന്തമായിട്ട് എപ്പോഴും ഈ മിലിറ്റന്റ് ഗ്രൂപ്പ് പോലെ ഗ്രൂപ്പുണ്ട്. ഇവന്മാർ പിന്നെ ഈ ഭയങ്കര പ്രതിസന്ധികളെ അതിജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഇവര് പരമ്പരാഗതമായിട്ട് ഇവർക്ക് പേടിയൊന്നുമില്ല, ചാവുന്നതിനൊന്നും പേടിയില്ല, ആൾക്കാരെ കൊല്ലുന്നതിനൊന്നും പേടിയില്ല. അപ്പൊ ആ ഒരു മാനസികാവസ്ഥയുള്ള ഈ പാകിസ്ഥാനിലെ ഈ ശരിക്കും പറയാം ഈ ബലൂചിസ്ഥാനും പാകിസ്ഥാനും കൂടി ഒരിക്കലും യോജിക്കത്തില്ല. രണ്ട് രീതിയിലുള്ള ജീവിത ശൈലിയും അല്ലെങ്കിൽ രണ്ട് രീതിയിലുള്ള ബോഡി സ്ട്രക്ചർ പോലും രണ്ടുപേരുടെയും രണ്ട് രീതിയാണ്. അത് പിടിച്ചടക്കി വെച്ചിട്ടുണ്ടാവും വല്ലതൊക്കെ കാത്തു തിന്നാന്ന് വെച്ചിട്ട്. അത് നാശമായില്ല. ഈ മടിയിലെടുത്തിട്ടേ പാമ്പിനെ വെച്ച് നമ്മള് ഈ മുണ്ടെടുക്കുന്ന പോലെ ആയിപ്പോയി. അത് അവിടെ ഇരുന്ന് കടിക്കുകയും ചെയ്യും. ഇതിനെ ഇറക്കി വിടാൻ നമുക്ക് മുണ്ടഴിക്കാൻ നോക്കില്ല. മുണ്ടഴിക്കാൻ തുടങ്ങിയാൽ കയ്യെ കടിക്കും, അല്ലെ ആരെയെ കടിക്കും. ആ രീതിയിലേക്കായി പാകിസ്ഥാനിലേക്ക് അവസ്ഥ. അപ്പം ഞാനീ പറഞ്ഞു ഈ പുണ്യമാസത്തില് ആൾക്കാര് പട്ടിണി കിടന്ന് ബ്രെഡും ആട്ടയും പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ, അല്ലെങ്കിൽ ബ്രെഡും ആട്ടയും ഈ പറയുന്ന പോലെ ആൾക്കാർക്ക് ഏതെങ്കിലും രീതിയിൽ ഗവൺമെന്റ് അനുവദിച്ചാൽ അതുപോലും തട്ടിയെടുത്ത് കരിഞ്ചന്തയിൽ വിൽക്കുന്ന അവസ്ഥ. ബ്രെഡിനും ആട്ടയ്ക്കും നിരന്തരം ഈ പറയുന്നത് പോലെ വിലയിട്ട് കൊടുക്കേണ്ട രീതിയിലേക്ക് ഒരു ഗവൺമെന്റ് സംവിധാനം നിരന്തരം മാറുന്ന അവസ്ഥ. അത് പലചരക്ക് വസ്തുവിന് വിലയിടുന്നതാണ് ഇപ്പൊ പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ പണി. രാവിലെ ഇത്ര രൂപയ്ക്ക് ഇന്ന സാധനം വിറ്റിരിക്കണം. എന്നിട്ട് പ്രധാനമന്ത്രിയുടെ പണി എന്ന് പറഞ്ഞാൽ സിലിണ്ടർ വിൽക്കുന്ന കമ്പനിയുമായിട്ട് സിലിണ്ടർ കൊടുക്കണേ, തീ കത്തിക്കാൻ മാർഗമില്ല എന്നുള്ളത് ഈ പറയുന്ന രീതിയിലേക്ക് പാകിസ്ഥാൻ പോയി. മനസ്സിലാവുന്നു? ആ പാകിസ്ഥാനിൽ പോകണമെന്ന് പറഞ്ഞാൽ ഇവിടെ ചെറിയ ആൾക്കാരിരിക്കുന്നത് പോണേ പൊക്കോ, നമുക്ക് ബുദ്ധിമുട്ടില്ല, ഇവിടെ വിഷയം ഉണ്ടാക്കരുത്, നിരന്തരമായിട്ട് നിങ്ങൾക്ക് നോയമ്പും സംവിധാനങ്ങളും അല്ലെങ്കിൽ ആ രീതിയിലേക്കും ജീവിക്കാൻ പറ്റുന്ന ഒരു ഇസ്ലാമിക രാജ്യമായിട്ടാണ്
ഇരിക്കുന്നത്. എല്ലാവരും പോകണമെന്നല്ല പറഞ്ഞ് ആഗ്രഹമുള്ളവർക്ക് പോകാം. പാകിസ്ഥാനിൽ എന്നും നൊയമ്പുകാലമായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.